ലൈനോട്ട് രണ്ടോടും ചേർന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് എത്രത്തോളം കറക്റ്റ് ആണോ, ഫ്രണ്ടും കറക്റ്റ് ആണോ, ബാക്കും കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. കണ്ടില്ലേ, ഒരു വണ്ടി കറക്റ്റായിട്ട് സൈഡ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൈഡ് ചേർത്ത് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ വരുമ്പോൾ ഇപ്പൊ ഒരു വണ്ടി വന്നു, കൃത്യമായിട്ട് നമുക്ക് സൈഡ് കൊടുത്ത് ഇങ്ങനെ ഓടിക്കാനും കഴിയും. വലത്തോട്ടാക്കണം. ഈ വലത്തേക്ക് ആക്കിയതിനു ശേഷം വീണ്ടും കറക്റ്റായിട്ട് നമുക്ക് ചേർന്ന് കിട്ടത്തുള്ളൂ. വീഡിയോസ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റായിട്ട് ഒന്ന് ചോദിക്കാം. നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം. കാരണം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുവോ, മറ്റുള്ളവർ ഞാനിപ്പോൾ ഈ കമന്റായിട്ട് ചോദിച്ചുകൊണ്ട് എന്റെ വീഡിയോ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കും, നിങ്ങൾ അങ്ങനെ നിങ്ങൾ കരുതുകയേ വേണ്ട. ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്താണ്. നിങ്ങൾക്ക് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ പല പല റോഡുകളിൽ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് സൈഡ് ചേർന്ന് നിർത്താനുണ്ട്. സൈഡ് കൃത്യമായിട്ട് പലർക്കും കിട്ടുന്നില്ല, സൈഡ് ചേർന്ന് നിർത്താൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം ഓടിക്കാനും കഴിയുന്നില്ല. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കും ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് കിട്ടുന്നില്ല, ഒരു വാഹനം സൈഡ് ചേർന്ന് നിൽക്കുമ്പോൾ കൃത്യമായിട്ട് സൈഡ് ചേർന്ന് നിർത്താൻ കഴിയുന്നില്ല. ഒന്നിൽ സൈഡ് ചേർത്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് ചേരും, ബാക്ക് ഭാഗം അകന്ന് കിടക്കുന്നു. ബാക്ക് കറക്റ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് റോഡിലേക്ക് കിടക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് നേരെയാക്കുന്നതും ഒന്നും കൃത്യമായിട്ട് അറിയുന്നില്ല. സൈഡ് ചേർത്ത് നേരെയാക്കി നിർത്താനൊന്നും അറിയുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അറിയാവുന്നവരൊന്നും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, കാരണം ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അറിയാവുന്നവർ ഒന്നും ഈ വീഡിയോ കാണണമെന്നില്ല. അറിയാത്തവർ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങളൊന്ന് മറ്റുള്ളവർ, കാരണം ഒരുപാട് പേര് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പലരും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്ത പലരും ഉണ്ട്. 10 വർഷം 15 വർഷം ലൈസൻസ് ഉണ്ട്. പക്ഷെ അവരോട് ചോദിച്ചാൽ പറയുന്നത് ഞങ്ങൾ പഠിച്ചതാണ്, പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി. നമ്മളിപ്പോൾ എന്തൊരു ജോലിയാണെങ്കിലും പഠിച്ചതാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പേടി ഉണ്ടാവില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ല, ലൈസൻസ് കയ്യിലുണ്ട്. അപ്പം കൃത്യമായിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തതിന്റെ കാരണം. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരുപാട് ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുത്തുകൊള്ളും, ചിലപ്പം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണെന്നൊക്കെ തോന്നാം പലർക്കും. പക്ഷെ ഞാൻ ഉള്ള കാര്യമാണ് ഈ പറയാതെ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കാരണം 10 വർഷം 15 വർഷം ലൈസൻസ് കയ്യിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറിയിട്ടില്ല. പിന്നെ അവർ പഠിച്ചോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി നിർത്താനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ റോഡുകളിലൂടെ എല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനം ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് എത്രയും ലെഫ്റ്റ് സൈഡ് ചേർത്ത് കൊടുക്കണമെന്ന് പലർക്കും അറിയത്തില്ല. കാരണം ലെഫ്റ്റ് സൈഡ് ചേർത്താൽ ലെഫ്റ്റ് സൈഡ് തട്ടും, അതുപോലെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് റൈറ്റ് സൈഡിൽ വരുന്ന വണ്ടി തട്ടും. അപ്പം ഗ്യാപ്പുകളും കുറവ്, കൃത്യമായിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ചേർത്ത് നിർത്താനും വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാനും എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് പലർക്കും ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുന്നവർക്ക് പലർക്കും സംശയം ആദ്യമേ ചെല്ലുമ്പോഴേ നിങ്ങളുടെ എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ കിട്ടുന്നില്ല, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പൊ ഞാൻ അതിനായിട്ട് ഉദാഹരണത്തിന്, അപ്പൊ നമ്മളൊരു വണ്ടി കയറി നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റി. ഇപ്പൊ ഞാൻ വണ്ടി എടുത്ത് കാണിക്കാം. ഇപ്പൊ ഞാൻ അതിനായിട്ട് ഉദാഹരണത്തിന് ഞാൻ ഇത് കണ്ടില്ലേ, ഒരു പേപ്പർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ പേപ്പർ നിങ്ങൾ ഒരു അതായത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യമേ സെന്റർ വെച്ച് നിങ്ങൾ നോക്കരുത്. ആ സെന്റർ വെച്ച് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഒക്കെ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർക്കാനോ ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളെ തട്ടുമെന്നുള്ള പേടികൾ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡോട്ട് ചേരാനുണ്ട് കുറച്ചുകൂടെ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എത്രത്തോളം ചെയ്യണം ആ വണ്ടി ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണുമ്പോൾ പേടി ഉണ്ടാകുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇതിന്റെ ഒരു പേപ്പർ ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ പേപ്പർ ഇതുണ്ട്, നമുക്ക് മുൻപില് ഈ പുല്ലുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡ് ചേർന്ന ഒരു പുല്ലുണ്ട്. ആ പുല്ലിനോട് ഈ പേപ്പർ ഞാൻ ഇങ്ങോട്ട് അകത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വണ്ടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പർ ഈ പുല്ലിന്റെ അകത്തേക്ക് കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും വണ്ടി വെളിയിൽ ചാടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പുല്ലിനോട് നേരെ നമ്മൾ തോക്ക് ചൂണ്ടുന്നു എന്ന് പറയുന്ന പോലെ ഈ പുല്ലിനോട് നേരെ ഞാൻ കൊണ്ടുപോയി ഞാൻ അത് കാണിച്ചു തരാം കൃത്യമായിട്ട്. ഞാൻ ഇത്ര ഒന്ന് മാറ്റി വെച്ചു. ആ മാറ്റി വെച്ചിട്ട് ഞാൻ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ട ഞാനിപ്പോ ഇവിടെ എടുത്തു വണ്ടി. അപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു
ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ക്യാമറയുടെ കാണാൻ പറ്റും, ഞാൻ ഈ പുല്ലിനോട് ചേർന്നാണ് എന്ത് ആ കറക്റ്റ് പേപ്പർ വന്നത്. ഇങ്ങോട്ട് വണ്ടി മാറിയിട്ടുമില്ല, അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുമില്ല. കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആ മിററിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ, ഞാനിപ്പോ ഈ ലൈൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായി. അപ്പൊ നിങ്ങൾ ആ മിററിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കണ്ട, കറക്റ്റ് ലൈനിലൂടെയാണ് നമുക്ക് വണ്ടി കറക്റ്റ് ആയിട്ട് പോകുന്നത്. കണ്ട, നമുക്ക് പുല്ലോട്ട് ഇറങ്ങിയിട്ടുമില്ല, അതുപോലെ തന്നെ പുല്ലോട്ട് കയറിയിട്ടുമില്ല. ആ ഒരു രീതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ട ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കുക. അപ്പൊ ഞാനൊന്ന് ഇറങ്ങി വെളിയിലൂടെയും കാണിച്ചുതരാം. ഞാനിപ്പോ ആ പുല്ലിനോട് ചേർത്തൊന്ന് വണ്ടി കൊണ്ട് നിർത്തുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളെ ഇറക്കി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കൃത്യം എത്രത്തോളം നമുക്ക് വന്നാൽ ആ വണ്ടി കറക്റ്റായിട്ട് ലൈനിൽ വരുമെന്നും എത്രത്തോളം ലെഫ്റ്റ് സൈഡ് ചേരുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചു തരാം നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം നമുക്ക് ലൈനോട്ട് രണ്ടോടും ചേർന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് എത്രത്തോളം കറക്റ്റ് ആണോ, ഫ്രണ്ടും കറക്റ്റ് ആണോ, ബാക്കും കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. കണ്ടില്ലേ, കൃത്യമായിട്ട് നമുക്ക് രണ്ട് സൈഡ് ഒരേപോലെ ബാക്കിലോട്ട് നമുക്ക് കണ്ട സൈഡ് നമുക്ക് ഇറങ്ങാതെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. കാണാം, ഒരു വണ്ടി കറക്റ്റായിട്ട് സൈഡ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൈഡ് ചേർത്ത് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ വരുമ്പോൾ കണ്ടില്ല, ഇപ്പൊ ഒരു വണ്ടി വന്നു കൃത്യമായിട്ട് നമുക്ക് സൈഡ് കൊടുത്ത് ഇങ്ങനെ ഓടിക്കാനും കഴിയും. ഓക്കെ, ഉദാഹരണം കാണില്ല, ഞാനിപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് കാരണം ഞാൻ കറക്റ്റ് ഫ്രണ്ടും കറക്റ്റ് ആയിട്ട് ബാക്കും കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു ഭാഗം തന്നെ നോക്കി തന്നെയാണ് ഞാനിപ്പോ അത് നമുക്ക് അഥവാ ഫ്രണ്ട് ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ആദ്യം ഫ്രണ്ട് കൊണ്ട് ഇങ്ങനെ കയറ്റരുത്. നമുക്ക് ഉദാഹരണം നമുക്കിവിടെ ചേർത്തിടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇവിടെ ഈ റോഡിൽ നിന്ന് ആദ്യമേ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് സൈഡ് ആദ്യമേ നോക്കണം, കൃത്യമാണോ എന്ന് നോക്കണം. അതായത് നമ്മൾ ഇപ്പൊ അവിടെ നിന്ന് ഉദാഹരണത്തിന് നമ്മൾ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ വരികയാണല്ലോ, ഇവിടെ നിന്ന് നമുക്ക് ആ സൈഡ് ചേർത്തിടണം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫ്രണ്ടിനെ വേണ്ടി ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഫ്രണ്ടിനെ വേണ്ടി ഇങ്ങനെ കൊണ്ട് ആദ്യമേ ഈ വലത്തോട്ടാക്കണം. ഈ വലത്തേക്ക് ആക്കിയതിനു ശേഷം നിങ്ങളില്ലേ കേട്ടോ, എന്നാലും നമുക്ക് ബാക്ക് ചേർത്തുള്ളൂ. ചേർന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ റിവേഴ്സ് പിന്നെ എടുത്ത് കയറിയണം. കറക്റ്റ് ആ ബാക്ക് ചേർന്നതിന് ശേഷം നമുക്ക് റിവേഴ്സ് കറക്റ്റ് എടുത്ത് കിട്ടണം. എന്നാലും നമുക്ക് ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ചേർന്ന് കിട്ടത്തുള്ളൂ. കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് ആ ബാക്കും കൃത്യമായിട്ട് ചേർന്ന് ഫ്രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് നേരെ സൈഡ് ചേർത്ത് എന്ത് ചെയ്യാം, ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് സൈഡ് ചേർത്ത് എന്ത് ചെയ്യാം, വാഹനം നിർത്താൻ കഴിയും. അതുപോലെ നിങ്ങൾ ഈ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തി സൈഡ് ചേർക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എല്ലാ ഗിയറും നിങ്ങൾ ഇടാൻ നിൽക്കരുത്. നമ്മളൊരു ഇവിടെ കൊണ്ട് നമുക്കൊരു പരുവത്തിന് സ്പേസ് കുറവാണ്. ആ സൈസ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾ കൊണ്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ സ്പേസ് കുറവാണ്. അപ്പൊ നമ്മൾ ഓടി വരുന്ന ഗിയർ തന്നെ വന്ന് എടുത്തോണ്ട് വരാതെ അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇടണം. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം പതിയെ മുമ്പോട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് മുമ്പോട്ട് ചേർത്ത് വരും. കാരണം പതിയെ എടുക്കാനുള്ള നമുക്ക് ആ ക്ലച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ എടുത്തുകൊണ്ട് ഓടാതെ നമുക്ക് ക്ലച്ചിന്റെ മുകളിലോട്ട് വരുന്നതാണ് നമുക്ക് സ്പീഡാണ്. നമുക്ക് കൺട്രോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എല്ലാം തെറ്റിപ്പോകും. അപ്പൊ ക്ലച്ച് നമ്മൾ കൂടുതലായിട്ട് പോകും. അപ്പൊ ക്ലച്ചിന്റെ ആ സ്പീഡ് കൂടാതിരിക്കും ക്ലച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് എന്നാലും നമുക്ക് സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് നമുക്ക് നേരെയാക്കാനും തിരിക്കാനും കൃത്യമായിട്ട് എത്രയും വേണം ചേർക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ അതുപോലെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ക്ലച്ച് എന്ന് ഒരുപാട് എടുത്തോണ്ട് പോകരുത്. കാരണം നമുക്ക് റിവേഴ്സ് എന്ന് അറിയുമ്പോഴേ നമുക്കറിയാം, റിവേഴ്സ് എന്ന് പറയുമ്പോഴേ പവറുള്ള ഗിയറാണ്. ക്ലച്ച് എന്ന് കാലെടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിനെക്കാളും സ്പീഡ് നമുക്ക് റിവേഴ്സിൽ പോകും. അപ്പം ക്ലച്ച് നമ്മൾ ഒരുപാട് എടുത്തോണ്ട് പോകുക. എന്നാലും കറക്റ്റായിട്ട് നമുക്ക് ബാക്കി കറക്റ്റായിട്ട് ചേർത്തതിന് ശേഷം ഫ്രണ്ടിനോട് കറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കറക്റ്റായിട്ട് നിർത്താൻ കഴിയത്തുള്ളൂ. ഈ കാണിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി. എന്തെങ്കിലും സംശയങ്ങളുടെ കാര്യം ഉണ്ടായാലും ഇന്ന ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റായിട്ട് വന്ന് ചോദിക്കാം. നിങ്ങൾ നാണക്കേടൊന്നും വിചാരിക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം, കാരണം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുവോ, മറ്റുള്ളവർ ഞാനിപ്പോൾ ഈ കമന്റായിട്ട് ചോദിച്ചുകൊണ്ട് ഇന്ന വീഡിയോ ചോദിച്ചുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കും, നിങ്ങൾ അങ്ങനെ നിങ്ങൾ കരുതുകയേ വേണ്ട. ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്താണ്. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.